ബംഗ്ലാദേശ് കത്തുകയാണ്. അതായത് അക്രമങ്ങൾക്കും ജനരോഷത്തിനും പ്രക്ഷോഭത്തിനും ശമനമൊട്ടുമില്ല. ഈ എരുതിയിൽ എണ്ണ ഒഴിക്കുകയാണ് ഇസ്കോൺ മുൻ നേതാവ് ചിന്മയ കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്യുക വഴി മുഹമ്മദ് യൂനിസ് സർക്കാർ ചെയ്യുന്നത്. ദേശീയ പതാകയെ അപമാനിച്ചെന്നാരോപിച്ചാണ് ചിന്മയ കൃഷ്ണദാസിനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. പിന്നാലെ ബംഗ്ലാദേശിന്റെ വിവിധ ഭാഗങ്ങളിൽ അറസ്റ്റിനെതിരെ പ്രതിഷേധവും കനത്തു. പ്രതിഷേധക്കാരും സുരക്ഷാ സേനയും തമ്മിലുണ്ടായ കയ്യാങ്കളിക്കിടെ അഭിഭാഷകൻ കൊല്ലപ്പെടുന്നു. ഇതോടെ ഇസ്കോണിന്റെ പ്രവർത്തനങ്ങൾ ബംഗ്ലാദേശിൽ നിരോധിക്കപ്പെടണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി നൽകുന്നു. ഇതിനിടെയാണ് ന്യൂനപക്ഷങ്ങളുടെ നേർക്ക് നടത്തുന്ന അതിക്രമങ്ങളുടെ തുടർച്ചയാണ് ഇത് എന്നും അവരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് ഇന്ത്യയും രംഗത്തെത്തുന്നത്. എല്ലാം കൂടി ചേർന്ന് ആകെ കലങ്ങി മറിയുകയാണ് ബംഗ്ലാദേശ്. സത്യത്തിൽ ആരാണ് ചിന്മയ കൃഷ്ണ എന്ന് പലർക്കും അറിയില്ല. അദ്ദേഹത്തിന്റെ അറസ്റ്റിനെതിരെ എന്തിനാണ് ഈ ജനങ്ങൾ പ്രതിഷേധിക്കുന്നത് എന്നും അറിയില്ല. ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം ഈ വിഷയം എങ്ങനെയാണ് ബാധിക്കുക എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ ഉറ്റുനോക്കുന്നത്. ബംഗ്ലാദേശിലെ വൈഷ്ണവരുടെ പ്രധാന കേന്ദ്രമായിട്ടുള്ള ചിറ്റാഗോങ്ങിലെ പുണ്ടീരക് ഡാമിന് നേതൃത്വം നൽകുന്ന വ്യക്തി, ബംഗ്ലാദേശ് സൊമാലിറ്റി സദാനിനി ജാഗരൺ ജേതാവിന്റെ വാഗ്ദാവ്, ഇസ്കോൺ പ്രസ്ഥാനത്തിന്റെ മുൻ നേതാവ്, അങ്ങനെ വിശേഷണങ്ങൾ നിരവധിയാണ് ചന്ദ്രകുമാർ ദർ എന്നറിയപ്പെടുന്ന ചിന്മയ കൃഷ്ണദാസിന്. അച്ചടക്ക ലംഘനങ്ങളെ തുടർന്ന് 2024 ജൂലൈയിലാണ് ചിന്മയ കൃഷ്ണദാസിനെ ഇസ്കോണിൽ നിന്ന് പുറത്താക്കുന്നത്. കുട്ടികളെ ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്തു എന്നാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണം എന്ന് പറയുന്നത്. ഇതിനുശേഷമുള്ള ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്കായി പോരാടുന്ന ബംഗ്ലാദേശ് സൊമിലിറ്റോ സനാതനി ജാരകൻ ജേതാവിന്റെ വാഗ്ദാവായി ഇദ്ദേഹം വരുന്നത്. ഇതിനിടെ ഷെയ്ഖ് ഹസീന സർക്കാർ നിലം പതിക്കുകയും ചെയ്തു. അതോടെ രാജ്യത്ത് വലിയ അരക്ഷിതാവസ്ഥ ഉടലെടുക്കുകയും പിന്നാലെ രാജ്യത്തെ ഹിന്ദു സമൂഹത്തിനെതിരെ അക്രമങ്ങൾ വർദ്ധിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ന്യൂനപക്ഷ വിരുദ്ധ അക്രമങ്ങൾക്കെതിരെ ചിന്മയ കൃഷ്ണദാസ് രംഗത്തെത്തുന്നത്. ഈ ഹിന്ദു ജനസംഖ്യ 8% താഴെ മാത്രമുള്ള രാജ്യത്ത് അവരുടെ ശബ്ദമാകാനും നേതാവാകാനും അദ്ദേഹത്തിനായി ചിന്മയ കൃഷ്ണദാസിന് നിരവധി അനുയായികളും ഉണ്ടായിരുന്നു. ഒപ്പം ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ കണ്ണിലെ കരടുമായി. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെട്ട 3000 സംഭവങ്ങളെങ്കിലും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ ആക്രമണങ്ങൾ തടയുന്നതിൽ മുഹമ്മദ് യൂനിസിന്റെ ഇടക്കാല സർക്കാർ പരാജയപ്പെട്ടതായിട്ട് ചിന്മയ കൃഷ്ണദാസ് ആരോപിക്കുകയും ചെയ്തു. ന്യൂനപക്ഷ പീഡന കേസുകളിൽ അതിവേഗ വിചാരണയ്ക്കായിട്ട് പ്രത്യേക ട്രിബ്യൂണൽ സ്ഥാപിക്കൽ, ന്യൂനപക്ഷ സംരക്ഷണ നിയമം, ന്യൂനപക്ഷകാര്യ മന്ത്രാലയം, ക്ഷേത്ര സ്വത്തുക്കൾ വീണ്ടെടുക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമുള്ള നിയമങ്ങൾ എന്നിവ രൂപീകരിക്കൽ, നിഷ്പക്ഷ സ്വത്ത് നിയമം നടപ്പാക്കുക, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രാർത്ഥനാ മുറികൾ, സംസ്കൃതം, പാലി വിദ്യാഭ്യാസ ബോർഡുകൾ നവീകരണം, ബംഗാളി ഹിന്ദുക്കളുടെ പ്രധാന ഉത്സവമായ ദുർഗാപൂജയ്ക്ക് 5 ദിവസത്തെ പൊതു അവധി തുടങ്ങിയ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ 8 ആവശ്യങ്ങൾ നടപ്പിലാക്കണമെന്നും അദ്ദേഹം സർക്കാരിനോട് ആവശ്യപ്പെടുകയുണ്ടായി. ഒക്ടോബർ 25-ന് ചൗത്തോഗ്രാമിൽ ഹിന്ദു സംഘടനകൾ നടത്തിയ റാലിക്കിടെ ദേശീയ പതാകയെ അപമാനിച്ചു എന്നതാണ് ചിന്മയ കൃഷ്ണദാസിന്റെ പേരിലുള്ള കേസ് എന്ന് പറയുന്നത്. ഈ കേസാണ് പിന്നീട് ഇന്ത്യ ബംഗ്ലാദേശ് തമ്മിലുള്ള ബന്ധത്തിൽ ഒരു വിള്ളൽ വീഴ്ത്തുന്നത്. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ മുൻ MP ഫിറോസ് ഖാനാണ് പരാതിക്കാരൻ എന്ന് പറയുന്നത്. പിന്നാലെ ഒക്ടോബർ 31-ന് ദാസ് ഉൾപ്പെടെ 19 ആളുകളുടെ പേരിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കോട്ട്വാലി പോലീസ് കേസെടുക്കുകയാണ്. 2 പേരെ ആദ്യം അറസ്റ്റ് ചെയ്തു. ശേഷം കഴിഞ്ഞ തിങ്കളാഴ്ച ധാക്കയിലെ ഹസ്ത്ര ഹജ്വാലിൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് മെട്രോപൊളിറ്റൻ പോലീസും ദാസിനെയും അറസ്റ്റ് ചെയ്തിരുന്നു. ചൊവ്വാഴ്ച കോടതിയിൽ ഹാജരാക്കിയെങ്കിലും ജാമ്യം നിഷേധിച്ചതോടെ ഇപ്പോൾ ചിറ്റാഗോങ്ങിൽ ജയിലിൽ കഴിയുകയാണ് കൃഷ്ണദാസ് എന്ന് പറയുന്നത്. ഇത് ഞങ്ങളുടെ ആഭ്യന്തര കാര്യമെന്നായിരുന്നു ബംഗ്ലാദേശിന്റെ നിലപാട്, അതായത് ഇന്ത്യയോട് അറിയിച്ചിരുന്നത്. കൃത്യമായിട്ടുള്ള കുറ്റകൃത്യത്തിന്റെ പേരിലാണ് ചിന്മയ കൃഷ്ണദാസിനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തത് എന്നും അവർ പറഞ്ഞിരുന്നു. ചിന്മയ കൃഷ്ണദാസിന്റെ അറസ്റ്റ് ചില കോണുകളിൽ നിന്ന് തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടതാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവന അടിസ്ഥാനരഹിതവും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിന്റെ അന്തസത്തയ്ക്ക് വിരുദ്ധവുമാണെന്ന് പറഞ്ഞിരുന്നു. എല്ലാ ബംഗ്ലാദേശ് പൗരന്മാർക്കും അവരുടെ മതവിശ്വാസങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കാൻ യാതൊരു തടസ്സവുമില്ല. മതന്യൂനപക്ഷങ്ങളുടെ ഉൾപ്പെടെ സുരക്ഷ ഉറപ്പാക്കുന്നത് ബംഗ്ലാദേശ് ഭരണകൂടത്തിന്റെ ചുമതലയാണെന്നും ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. ഇനി ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടണമെന്ന് ബംഗ്ലാദേശ് ആവശ്യം തുടരുന്നതിനിടെയാണ് പുതിയ സംഭവവികാസങ്ങൾ നടക്കുന്നത്. ചിന്മയ കൃഷ്ണദാസിനെ വെറുതെ വിടണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടും ബംഗ്ലാദേശ് തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. കൂടുതൽ ഹിന്ദു പുരോഹിതരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇസ്കോൺ അംഗങ്ങളെ തടഞ്ഞുവെച്ചു. ഇതോടെ ഇന്ത്യ വീണ്ടും ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉന്നയിച്ചു. UN-ൽ അടക്കം ഈ വിഷയം ഉന്നയിക്കാനാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ത്യ തർക്കിച്ച് മുന്നോട്ട് പോവുകയാണ്. ബംഗ്ലാദേശിന് അത്ര എളുപ്പവുമല്ല കാര്യങ്ങൾ. ഇരു രാജ്യങ്ങളും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള നയതന്ത്ര നീക്കം ഉണ്ടാകുമോ എന്നാണ് ഇനി അറിയാനുള്ളത്.